നമസ്കാരം. കൗതുകലോകത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. മനുഷ്യനും ഇതര ജന്തുക്കളും തമ്മിലുള്ള അപൂർവ സൗഹൃദത്തിന്റെ നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കുതിരയോ നായയോ ആനയോ ഒക്കെയായിരിക്കും ഇത്തരം സൗഹൃദങ്ങളിൽ മനുഷ്യന്റെ പങ്കാളികളായി പ്രത്യക്ഷപ്പെടുക പതിവ്. ഇത് ഒരു മനുഷ്യനും മുതലയും തമ്മിലുള്ള 20 വർഷം നീണ്ടുനിന്ന അപൂർവ സൗഹൃദത്തിന്റെ കഥയാണ്. മുതല ചത്തു. നാട്ടുകാർ ഒന്നടങ്കം പങ്കെടുത്ത സംസ്കാര ഘോഷയാത്രയും തുടർന്നരങ്ങേറി. കൂട്ടുകാരനാവട്ടെ ഇപ്പോഴും മുതലക്കുളത്തിന് ചുറ്റും കണ്ണുനീർ വാർക്കുന്നു. മുതലക്കണ്ണീരല്ല, യഥാർത്ഥ കണ്ണുനീർ. കൗതുകലോകത്തിന്റെ പുതിയ ലക്കം ആരംഭിക്കുന്നു. കോസ്റ്ററിക്കയിലെ സ്യൂക്കറിസ് നഗരത്തിൽ ഒക്ടോബർ 16 നടന്ന വിലാപയാത്രയുടെ ദൃശ്യങ്ങളാണിത്. കൈതച്ചക്കയും വാഴപ്പഴവും കൃഷി ചെയ്തു ജീവിക്കുന്ന സിക്കുറിസിലെ ജനങ്ങൾ 15 അടി നീളവും 450 കിലോഗ്രാം ഭാരവുമുള്ള ഒരു കൂറ്റൻ മുതലയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അന്തിമോപചാരങ്ങൾ അർപ്പിക്കുകയാണിവിടെ. ഇന്റർനെറ്റിലൂടെ ലോകം മുഴുവൻ കണ്ട ചില വീഡിയോ ദൃശ്യങ്ങളിൽ കൂടി തങ്ങളുടെ നാടിന് മേൽവിലാസമുണ്ടാക്കി തന്ന താരമായിരുന്നു സിക്കുറിസ് നിവാസികൾക്ക് ഈ മുതല. പക്ഷേ ട്രെയിലറിൽ മുതലയുടെ മൃതദേഹത്തോടൊപ്പം തലകുമ്പിട്ടിരിക്കുന്ന ഗിൽബർട്ടോ ഷെഡൻ എന്ന 54-കാരന് മുതല അതിലെല്ലാം ഉപരി മറ്റു പലതുമായിരുന്നു. മുക്കുവനായിരുന്ന ഗിൽബർട്ടോ ഷെഡന് 20 വർഷങ്ങൾക്ക് മുൻപ് തലയ്ക്കു വെടിയേറ്റ് അവശനിലയിൽ കായലിൽ നിന്നും കിട്ടിയതാണ് ഈ മുതലയെ. ഷെഡൻ മുതലയെ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. ഓച്ചോ എന്ന് പേരുമിട്ടു. മുറിവുണങ്ങി ആരോഗ്യവാനായപ്പോൾ മുതലയെ ഷെഡൻ തിരികെ കായലിൽ കൊണ്ടുവിട്ടു. പക്ഷേ അതിനോടകം തന്റെ രക്ഷകനുമായി മുതല ഒരു ആത്മബന്ധമുണ്ടാക്കിയിരുന്നു. പിന്നെ കായൽ തീരത്ത് ഷെഡൻ എത്തിയാൽ മതി, എവിടെ നിന്നാണെങ്കിലും ഓച്ചോ ഓടിപ്പാഞ്ഞെത്തും. പിന്നെ ഇരുവരും വെള്ളത്തിൽ കിടന്ന് സ്നേഹപ്രകടനങ്ങൾ നടത്തും. ഈ പ്രകടനം നാട്ടുകാർക്ക് ഒരു അപൂർവ കാഴ്ചയായി. ക്രമേണ മുതലയും മനുഷ്യനും തമ്മിലുള്ള ഈ അപൂർവ സൗഹൃദം കാണാൻ കായലോരത്ത് ആളുകൂടി. വന്നവരെല്ലാം മുതലയുമായി മൽപ്പിടിക്കുന്ന മുക്കുവന് പാരിതോഷികങ്ങൾ നൽകി. ഷെഡനും ഓച്ചോയും വെള്ളത്തിൽ കെട്ടിമറിയുന്ന സാഹസിക ദൃശ്യങ്ങൾ ഇന്റർനെറ്റിലും ടെലിവിഷനിലും പ്രത്യക്ഷപ്പെട്ടതോടെ സ്യൂക്കറിസിൽ വിദേശത്തു നിന്നുപോലും ടൂറിസ്റ്റുകൾ എത്താൻ തുടങ്ങി. ടാർസൻ ടിക്കോ എന്ന പേരിൽ ഷെഡൻ ടൂറിസ്റ്റുകൾക്കിടയിൽ താരമായി. നാടിന്റെ തലവര മാറാൻ പിന്നെ അധികകാലം വേണ്ടി വന്നില്ല. ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ നാടൊരുങ്ങി. അതിൽ കൂടി നാട്ടുകാർക്ക് വരുമാനവും. 8 വർഷമായി ദിനവും ഓച്ചോയും ഷെഡനും ജലോപരിതലത്തിൽ കാഴ്ചക്കാർക്കായി സൗഹൃദ മത്സരങ്ങൾ നടത്തിവരുന്നു. അപ്രതീക്ഷിതമായിരുന്നു ഈ വിയോഗം. വയസ്സായിരുന്നു ഓച്ചോയ്ക്ക്. വാർദ്ധക്യസഹജമായ അസുഖങ്ങളാണ് മരണകാരണം. നാടുമുഴുവൻ വിലാപയാത്രയിൽ പങ്കുകൊണ്ടു. മൃതദേഹം എംബാം ചെയ്ത് മ്യൂസിയത്തിൽ സൂക്ഷിക്കാനാണ് പദ്ധതി. മറ്റാർക്കും മനസ്സിലാക്കാനാവാത്ത ഒരു അപൂർവ സൗഹൃദമായിരുന്നു തങ്ങളുടേതെന്ന് നഷ്ടപ്പെട്ട സുഹൃത്തിനെ ഷെഡൻ ഓർമ്മിക്കുന്നു. ഒഴിഞ്ഞ മുതലക്കുളത്തിന്റെ കൈവരിചാരി ജലോപരിതലത്തിൽ തങ്ങൾ ആടിത്തീർത്ത ഊഷ്മള സൗഹൃദത്തിന്റെ നല്ല നാളുകൾ അയവിറക്കുന്നു. നൊമ്പരം സഹിക്കവയ്യാതെയാവുമ്പോൾ കണ്ണുനീർ വാർക്കുന്നു. മുതലക്കണ്ണീരല്ല, യഥാർത്ഥ കണ്ണുനീർ.